ഹലോ, ഇതെൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഞാൻ ഈ വ്ളോഗൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് നമ്മൾ ആദ്യം ദൂരെ പോകുന്ന മലയാറ്റൂർ പള്ളിയിലാണ്. അപ്പോൾ അന്നെടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ എടുത്തിട്ട് കുറച്ചധികം നാളായി, പക്ഷേ അപ്ലോഡ് ചെയ്യാൻ ഇത്രയും സമയം എടുത്തു. നമ്മൾ മലയാറ്റൂർ പോയത് ദുഃഖവെള്ളിയുടെ അന്നായിരുന്നേ. നമുക്ക് പള്ളി പോയവർക്കറിയാം, ആദ്യം നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ താഴത്തെ പള്ളിയിലാണ് പോകുന്നത്. നമ്മൾ ദുഃഖവെള്ളിയുടെ അന്ന് പോയതുകൊണ്ട് രൂപം ഉണ്ടായിരുന്നു, രൂപം മുത്തി കൈപ്പേരുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ താഴെ, നമുക്കറിയാമല്ലോ പള്ളി ഇറങ്ങിയ നേരെ നമ്മൾ നദിയിലായിരിക്കും പോവുക. ഞങ്ങൾ പെരിയാർ നദി ചെന്ന് അവിടെ ഉച്ച സമയമായതുകൊണ്ട് നല്ല ചൂടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് മുഖമൊക്കെ കഴുകിയിട്ട് അവിടെ നിന്ന് നേരെ മലയേറാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ അടുത്തൊരു കഞ്ഞി ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കുറച്ച് കഞ്ഞി കുടിച്ചതിന് ശേഷം മല കയറിയത് ഞങ്ങൾ മെയിൻ റോഡ് വഴിയല്ല പോയത്, ഒരു ഫോറസ്റ്റ് ഏരിയ വഴിയാണ്. അപ്പോൾ അവിടെ ഒരു നല്ലൊരു അടിപൊളി ഒരു പ്ലേസ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ നേരെ ഒന്ന് വണ്ടിയൊന്ന് ഒതുക്കി, നമുക്ക് അവിടെ തിരക്കായതുകൊണ്ട് അധികം വെള്ളത്തിലൊന്നും കളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഒരു ചെറിയ അരുവി പോലെ ഉണ്ടായിരുന്നു. വേറെ കുറച്ച് പേര് അതിൻ്റെ അപ്പുറത്ത് കുളിക്കുകയൊക്കെ ചെയ്യണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് മലയേറാനായിട്ടാണ്. ഞാൻ ഈ ഓടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയും ചേച്ചിയൊക്കെ നേരെ ഫ്രണ്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ മെഴുകുതിരി വാങ്ങാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിൽക്കേണ്ടി വന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ അവരെ കാണാനില്ല. പിന്നെ ഓടിച്ചെന്ന് അവൻ്റെ കൂടെ ഒപ്പം നടന്നു. കാരണം ഇത്രയും തിരക്കായതുകൊണ്ടേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാം മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ വേണ്ടോ ഒറ്റ സെറ്റായിട്ട് നടക്കാൻ തുടങ്ങി. ദുഃഖവെള്ളിയുടെ അന്ന് പോയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ. ആ ടൈമിൽ പോയവർക്കൊക്കെ അറിയാൻ പറ്റും. നമ്മളിതിപ്പോൾ ഒന്നാം സ്ഥലം തുടങ്ങുന്നേ ഉള്ളൂ. ഞാനെന്തോ ചെറുതിലേ പോയതാണ്, അതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് പോകുന്നത്. അന്ന് പോയ ടൈം എന്തായാലും നല്ല ബെസ്റ്റ് സമയമായിരുന്നു. കാരണം ദുഃഖവെള്ളിയുടെ അന്നായതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നേ. ഞങ്ങളിപ്പോൾ കണ്ട പോലെ തന്നെ ഒരുപാട് വലിയ വലിയ കുരിശും ചെറിയ ചെറിയ കുരിശായിട്ട് ഒരുപാട് ചേട്ടന്മാർ കയറുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഓരോ സ്ഥലമായിട്ട് കയറിക്കൊണ്ടിരിക്കുവാണേ. ശരിക്കും പറയുവാണെങ്കിൽ ഞാൻ പോയ ഒരു ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൽ കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് പോകുന്നത്. അപ്പം ചെറുതിലെ നമുക്ക് പോകുമ്പോൾ അത്രയും ബോധമൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഇത്രയും വലുതായതിന് ശേഷം ഇത് കയറുന്ന എന്തോരം ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായിരുന്നു. ഇതിപ്പോൾ ഒന്നാം സ്ഥലം ഞങ്ങളായതേ ഉള്ളൂ. കുറഞ്ഞതൊരു 2-2.5 മണിക്കൂർ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ കയറിയത്. കാരണം അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഒരു ഉച്ച സമയമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ ക്ഷീണിക്കുകയും ചെയ്തായിരുന്നു. കാരണം ഒരു രാത്രിയൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും നമ്മൾ ടയേർഡാവില്ല. അങ്ങനെ കയറി ഞങ്ങൾ 14ാം സ്ഥലം എത്തി കേട്ടോ. അതിനുശേഷം ഞങ്ങളവിടെ നേരെ ഇന്നതേ പൊൻകുരിശ് കണ്ട് അവിടെ നിന്ന് നേരെ നമ്മൾ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതേ ഈ കാണുന്ന പോലൊരു വ്യൂ ആണേ. ഞങ്ങൾ ഉച്ചയ്ക്ക് കയറാൻ തുടങ്ങിയതാണെങ്കിൽ അവിടെ ചെന്നപ്പോഴേക്കും വൈകുന്നേരമായി. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ക്ലൈമറ്റ് അവിടെ ചെന്നപ്പോഴേക്കും ഫീൽ ചെയ്തായിരുന്നു. ഇതേ പാദമുദ്ര പതിഞ്ഞ സ്ഥലമാണ് തോമാസ് ലീഹയുടെ. നമുക്ക് ഇതിലിപ്പോൾ വീഡിയോയിൽ അധികം കാണാൻ പറ്റില്ല, നേരിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഒരു കാൽപാദം നന്നായിട്ട് അറിയാൻ പറ്റും. അതിനുശേഷം ഇതാണ് ആനൂത്തിയ പള്ളിയാണ്. അത് ഇങ്ങനെ ഒരു ഗ്ലാസ് ഇട്ട് അവർ വെച്ചേക്കുവാണ്. നമുക്ക് പുറമേ നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ നല്ലോണം കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് നല്ലൊരു സൺസെറ്റ് കിട്ടിയേ. അതാണ് സൂപ്പറായിരുന്നു കാണാനായിട്ട്. ഇതങ്ങറ്റുനിന്ന്